അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലാണ് ബീഫ് ബിരിയാണി. ബീഫ് ബിരിയാണി വെക്കാനായിട്ട് നമ്മളൊരു ചട്ടി വെച്ചു. അതിലേക്ക് കുറച്ച് കറുവപ്പട്ടയും ഗ്രാമ്പും ഇട്ടു. അതിനുശേഷം അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. കുറച്ച് നേരം സവാള വഴറ്റണം. സവാള വഴറ്റി ഒരു പാകത്തിലായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നത്. നമ്മൾ കുറച്ച് ബേ ലീവ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ ബേ ലീവ്സും പച്ചമുളകും ഉള്ളിയും അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നമുക്ക് ഇളക്കാം. ഞങ്ങളിപ്പോൾ ഇതൊരു 7-8 പേര് കഴിക്കാവുന്നത് പോലൊരു അധികം ക്വാണ്ടിറ്റി ആയിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇത്രയും കൂടുതൽ. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തതാണ് ഗരം മസാലയുണ്ട്, അതിൽ മുളക് പൊടി, പിന്നെ നമ്മൾ വീട്ടിലരച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പാക്കറ്റാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഓക്കെ, അത് പാകത്തിന് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. നമ്മൾ ഇലകൾ ചേർക്കണം. ഇതിലിപ്പോൾ പുതിന ഇലയും മല്ലിയിലയും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇത് ആക്ച്വലി വഴണ്ട് വരുമ്പോൾ ഇത്രയും കാണത്തില്ല, ചേർക്കുമ്പോൾ ഒരുപാടുള്ളതുപോലെ തോന്നുമെങ്കിലും വഴണ്ട് കഴിയുമ്പോൾ കുറച്ചേ കാണുള്ളൂ. അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വേകണം, അതുവരെയും ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. തൈര് പാകത്തിന്, നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കി വേവിക്കുക. തക്കാളി നന്നായി വെന്തോടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ, കരണ്ടി വെച്ചൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് തക്കാളി വെന്തുടഞ്ഞ് കിട്ടും. ബീഫ് നമ്മൾ നേരത്തെ തന്നെ ആവശ്യത്തിന് വിസിൽ വെച്ച് നന്നായി വേവിച്ച് മാറ്റി വെക്കണം. എന്നിട്ട് ഈ വേവിച്ച വെള്ളം നമ്മൾ ബിരിയാണിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ എത്രയാണോ നമ്മൾ വെള്ളം ബീഫ് വേവിക്കാൻ ഉപയോഗിച്ച് വെള്ളം ഒഴിക്കുന്നത്, അത്രയും വെള്ളം പിന്നീട് ഒഴിക്കുന്നതിൽ നിന്ന് കുറയ്ക്കണം. അതായത് ഇപ്പോൾ 3 ഗ്ലാസ് അരിക്ക് നമ്മളൊരു 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ ആ 6 ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് 3 ഗ്ലാസ് കുറച്ചിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കണക്ക്. ബസ്മതി റൈസ് ആണെങ്കിൽ 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ്, അതിൽ നിന്നും ഈ ബീഫിൻ്റെ വെള്ളം കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മസാലയിലേക്ക് ബീഫും ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിക്കണം. നമ്മൾ മാറ്റി വെച്ച വെള്ളവും ബീഫിലെ വെള്ളവും എല്ലാം ഒഴിച്ച് വേവിച്ച ബീഫും ഇട്ട് നന്നായി തിളയ്ക്കാനായിട്ട് വെക്കാം. നമ്മൾ 10 മിനിറ്റ് സമയം സോക്ക് ചെയ്ത് വെച്ച അരി ഡ്രെയിൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ദമ്മ് വെക്കാനുള്ള ചിരട്ട തയ്യാറാക്കലാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ചിരട്ടയുടെ കനൽ വെച്ചിട്ടാണ് ദമ്മ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വെള്ളം ഇതുപോലെ ഇങ്ങനെ നന്നായി തിളച്ച് വരണം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന അരി, സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ച അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കണം. ആദ്യം കുറച്ച് നേരം ഇളക്കിയാൽ മതി, പിന്നീട് ഇളക്കണമെന്നില്ല. മൂടി വെച്ച് നമുക്ക് വേവിക്കാവുന്നതാണ്. ഒരു 1/4 വേവ് ആയി കഴിയുമ്പോൾ നമുക്ക് ദം ചെയ്യാനായിട്ട് മാറ്റാം. അപ്പോൾ കുറച്ച് നേരം വേവിച്ചതിന് ശേഷം വേവ് നോക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ അരി പകുതിയിൽ കൂടുതൽ വെന്തിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ വേവിച്ചതിന് ശേഷം, ഏകദേശം ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ദം ചെയ്യാൻ മാറ്റാവുന്നതാണ്. ദമ്മിനായിട്ടുള്ള കനൽ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നാരങ്ങാനീരും കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കണം കേട്ടോ. നാരങ്ങാനീര് ഞാൻ മിസ്സായി പോയതാണ് എടുക്കാനായിട്ട്. നാരങ്ങാനീരും നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളത് അടച്ച് തീ ഓഫാക്കി ഇനി ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ദമ്മിടാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ചിരട്ട തന്നെ വേണമെന്നില്ല, അതല്ല വിറകിൻ്റെ കനലാണെങ്കിലും മതിയാവും. ഇപ്പോൾ നമ്മൾ ചിരട്ടയുടെ ദമ്മാണ് ഇവിടെ ഇടുന്നത്. അത് ഈ ചട്ടിയുടെ മുകളിലേക്ക് ദമ്മിട്ട് കൊടുത്ത് ഇങ്ങനെ തീ കത്തുമ്പോൾ തന്നെ സാഹസികമായിട്ട് ഇടണമെന്നൊന്നുമില്ല. അത് അച്ഛൻ പ്രോ ആയതുകൊണ്ട് അങ്ങനെ ഇടുന്നു എന്ന് മാത്രം. നിങ്ങളത് തീയെല്ലാം കെട്ടതിന് ശേഷം കനൽ മാത്രം കോരിയിട്ടാലും മതി. ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ്, ഇത്രയും സാഹസം വേണമെന്നില്ല. അപ്പോൾ നമ്മൾ തീക്കനൽ അതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് കുറച്ച് വെയിറ്റ് വെച്ച് കൊടുക്കണം, എന്നാലാണ് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തീ അണഞ്ഞതിന് ശേഷം 2 ഇഷ്ടികയും കൂടെ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കും. ഇപ്പോൾ കനലൊക്കെ ഒരുവിധം കെട്ടടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു പ്രഷർ കിട്ടാനായിട്ട് 2 ഇഷ്ടിക വെച്ച് കൊടുത്തു. എന്നിട്ടൊരു 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ അങ്ങനെ തന്നെ അടച്ചു വെക്കണം. അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കറക്റ്റ് പാകത്തിന് കിട്ടും. അപ്പോൾ ഒരു അരമണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം തുറന്നു കൊടുത്ത് നോക്കും, അതെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേവൊക്കെ കറക്റ്റാണ്, നല്ല പാകത്തിൽ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ല, വേവ് കറക്റ്റാണ്, വെള്ളം കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല, കൃത്യമായിട്ട് വെന്തിട്ടുണ്ട്. ആ ഒരു മണം ഇങ്ങോട്ട് അടിക്കുമ്പോൾ എൻ്റെ മോനെ
അടിപൊളി. നമുക്കപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ നാടൻ സ്റ്റൈലിലുള്ള വേറൊരു ബിരിയാണി മസാലയും ചേർക്കാത്ത ബീഫ് ബിരിയാണി റെഡി. ഇത് ബീഫ് ബിരിയാണി കൂടെ കുറച്ച് സാലഡും കൂട്ടി കഴിച്ചാൽ എൻ്റെ മോനെ സ്വർഗ്ഗം.